ഹലോ നമസ്കാരം. അപ്പൊ ഇന്നലെ നമ്മൾ ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് ആണ് പഠിച്ചത്. അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ലഘുവായിട്ട് മലയാളത്തിൽ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഡെഫിനേഷൻ ഓഫ് അക്കൗണ്ടിങ് പഠിച്ചവർക്ക് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് വളരെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. എക്സ്റ്റേണൽ ഈവന്റും ഉണ്ട്, ഇന്റേണൽ ഈവന്റും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, രേഖപ്പെടുത്തുക ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. ഒരു കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസിനെ രേഖപ്പെടുത്തുക. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫീച്ചർ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്. തരംതിരിക്കുക കൂടാതെ ചുരുക്കുക. അതായത് കുറേ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ ഒരു വർഷം രേഖപ്പെടുത്തി, അതിനെ ചുരുക്കി കാണിക്കുക അന്ന് നടന്ന ട്രാൻസാക്ഷൻസിന്റെ ഈവൻസിന്റെ. അതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് thereof. അതായത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, അതിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഈ ചുരുക്കിയതിൽ നിന്ന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടും, എന്താണ് ഇപ്പൊ കമ്പനിയുടെ അവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പം ഒരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ അവസ്ഥ എന്താണ് എന്ന് ഈ ഒരു ഇൻഫർമേഷൻ നോക്കി അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക. ആൻഡ് ഈ അക്കൗണ്ടിങ് വഴി വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റും, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഇതിന്റെ ഉപഭോക്താക്കൾക്ക്. അതായത് ഓണർ ആയിരിക്കാം, ചിലപ്പം കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇപ്പം അവിടെ ജോലി തുടർന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിരിക്കും. അതായത് പിന്നെ കമ്പനി പ്രോഫിറ്റിലല്ല, പിന്നെ നഷ്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ പണി പോകാൻ ചാൻസ് ഉണ്ട് എന്നവർ ചിന്തിക്കില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof. അപ്പം മൂന്ന് കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഡെഫിനിഷൻ പഠിച്ചതാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്, പിന്നെ ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof. വ്യാഖ്യാനിച്ചു കൊടുക്കുക, വ്യാഖ്യാനിച്ചു കൊടുക്കുക ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ റിസൾട്ട്സ്. അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്താണ് എന്ന്, ഇതൊക്കെ ചുരുക്കിയതിനു ശേഷം എന്താണ് നമ്മുടെ കമ്പനീന്റെ റിസൾട്ട് എന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അപ്പം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസിൽ എക്സ്റ്റേണൽ ഈവന്റും ഉണ്ട്, ഇന്റേണൽ ഈവന്റ്. അതായത് കമ്പനിയിൽ നടക്കുന്നതും പിന്നെ പുറമേ നടക്കുന്നതും. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഈവന്റ് ആയി. കമ്പനിയിൽ തന്നെ ഇന്റേണലി ഓരോ ഇതുണ്ടാവുമല്ലോ, ഡിവിഷൻ ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനം കൈമാറുന്നതിന് ഇന്റേണൽ ഈവന്റ്സും എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ചപ്പൽ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അവിടുത്തെ റബ്ബറിനോ അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും തകരാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം പ്രൊഡക്ഷൻ ലോസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇന്റേണൽ ഈവന്റ്സ് ആണ്. ഓക്കെ, അപ്പം അതാണ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്ജക്റ്റീവ്സ് മെയിൻ ആയിട്ട് അക്കൗണ്ടിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തിനൊക്കെയാണ്. മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്, നിലനിർത്തുക ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ് റെക്കോർഡ്സിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുക? വരവ് ചെലവ് കണക്കുകൾ, നമുക്ക് എത്രയൊക്കെ ആസ്തി ഉണ്ട്, നമുക്ക് എത്രയൊക്കെ ആസ്തിയുണ്ട്, ബാധ്യതകളുണ്ട്. ആസ്തി ഉണ്ടെങ്കിൽ ബാധ്യതകളും സ്വാഭാവികമായിട്ട് ഒരു കമ്പനിക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. ആദ്യത്തെ കാര്യമാണ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് വന്നാലും എന്ത് പോയാലും പണപരമായിട്ടുള്ളത് നമ്മുടെ ബിസിനസ്സിന് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ്, മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഉറപ്പ് വരുത്തുക ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന്. അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എളുപ്പമല്ലേ. മൂന്നാമത്തെ പോയിന്റ് അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇവർക്ക് പിന്നെ ഇപ്പം ഈ കമ്പനി നടത്തുന്നവർക്ക്, ഓണർക്ക്, ഉടമസ്ഥന് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. ഇവർക്ക് എത്ര ആസ്തി ഉണ്ട്, അസറ്റ് ഉണ്ട്, ഇവർക്ക് എത്ര ലൈബിലിറ്റി ഉണ്ട്, അത് ബാധ്യതകളുണ്ട്, ഇതൊക്കെ കൂടെ അറിയണം. ഇതൊക്കെ അവർക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവണം. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ആര് സഹായിക്കുന്നു? അക്കൗണ്ടിങ്. അപ്പം അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നാലാമത്തെ പോയിന്റ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. പ്രൊവൈഡിങ്, ഇതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്, ലക്ഷ്യമാണ്. അപ്പം പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല യൂസേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഓണർ ആവാം, കസ്റ്റമർ ആവാം, എംപ്ലോയി ആവാം, ആരുമാവാം. എംപ്ലോയി എന്നൊക്കെ പറഞ്ഞാൽ എംപ്ലോയിക്ക് എന്താ പറയണ്ടേ, പിന്നെ കമ്പനി ലാഭത്തിലാണ് പോകുന്നതെങ്കിൽ സാലറി കൂടുതൽ കിട്ടുമോ, കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ജോലി മാറണം എന്നൊക്കെയുള്ള പലർക്കും പല ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങും ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒരു ചെറിയ ക്ലാസ് ആണ്, പക്ഷെ ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇനി ഒരു നോട്ട് ബുക്ക് കരുതാൻ ശ്രമിക്കുക. കാര്യം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക, എക്സാമിന് വരുമ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ അകത്തുള്ള, അതായത് ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ.